വളരെ പഴയ കാലത്തെ ഒരു എന്താണ് പറയുന്നത്, ക്യാരി ബാഗ് എന്ന് പറയുന്ന ഒരു സംഭവം. അതെ, പട്ടി, കുട്ട, മുറം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ പഴയ കാലത്താണ്. ഈ പുതിയ സംവിധാനങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ ഉപജീവന മാർഗം എന്തൊക്കെ രീതിയിൽ നഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ കാലം കഴിഞ്ഞു പോകുന്നത്? അതിനെക്കുറിച്ച്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരും തിരികെ തരില്ലല്ലോ. ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടാലേ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഇതിലെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ല. പിന്നെ ഞങ്ങൾ അധ്വാനിക്കുന്നു, ഞങ്ങൾ ഇപ്പൊ എവിടെയാണ് നിങ്ങളുടെ സ്വന്തം സ്ഥലം? എവിടെയാണ്? ശാസ്തവട്ടം. ശാസ്തവട്ടത്ത് ഇപ്പോഴും ഈ വക തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഞങ്ങളെ കോളനി മൊത്തം അവിടെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഉള്ള ഈ പഴയ ആൾക്കാർ ചെയ്യും, പുതിയ തലമുറ ചെയ്യുന്നില്ല. അവർ വേറെ മേഖലയിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ഇതിന് വേണ്ടി വരുന്ന ഈ ഈറയും മറ്റുമൊക്കെ എവിടെ നിന്നാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്? അങ്കമാലി. ഇവിടെ നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് കിട്ടും, ഡിപ്പോ ഉണ്ട്, അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ശരാശരി ഇവിടെ ഇപ്പം ചാർക്കരത്ത ഈ പറമ്പിൽ ശരാശരി നിങ്ങൾക്ക് എത്രത്തോളം ഇത് വിറ്റ് പോകാൻ കഴിയുന്നുണ്ട്? കൊണ്ടുവന്ന ഇതുവരെ വിറ്റ് തീർന്നില്ല. കച്ചവടം തീരെ കുറവെന്നാണ് നിങ്ങൾ പറയുന്നത്. പ്ലാസ്റ്റിക് ഇറങ്ങി കച്ചവടം കുറഞ്ഞു. പുതിയ തലമുറയിലുള്ളവരൊന്നും ഇത് വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല. ഇതൊരു പുരാവസ്തുവായിട്ട് സൂക്ഷിക്കാൻ പോലും മേടിക്കുന്നില്ല. ഈ വില കൂടുതൽ എന്നൊരു പരാതി ഉണ്ടല്ലോ, അതാണോ സംഭവം? വില കൂടുതലാവുകൊണ്ടാണ് അവര് നമ്മളെ സാധനം എടുക്കാതെ പ്ലാസ്റ്റിക്കിലുള്ള. ഞങ്ങൾക്ക് നഷ്ടം. ഞങ്ങളെ തൊഴിൽ മൊത്തം അവരെടുത്ത് പ്ലാസ്റ്റിക് നിരോധിക്കുന്നു എന്ന് പറയും തോറും പ്ലാസ്റ്റിക് കൂടുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു കുറവും ആളുണ്ട്, വേറെ എടുക്കാം. ഇവിടെയല്ല. ശരി അമ്മ, അത് എടുക്കാമോ? അത് പ്രസ് ചെയ്താൽ മതി. മുകളിൽ ആദ്യം തന്നെ ഇതാ, ഇതൊന്ന് കുത്തിക്കും. അല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ ചെറുപ്പമല്ലോ കുറച്ച്. നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണത്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഫലം തന്നെ. ഇവിടെ ഞങ്ങൾ വന്ന അന്നോട്ട് ഈ എടുപ്പുകൾ തന്നെ. പക്ഷെ ഞങ്ങൾക്ക് എന്തോന്നും അതിനെപ്പറ്റി നമുക്കറിയാം. നമ്മൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നമ്മൾ ഉപയോഗിച്ച മുതൽ ഇപ്പൊ അവർ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കലിട്ട് ഇപ്പൊ നമുക്കത് വിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കത് വിൽക്കാൻ പറ്റുന്നില്ല. അവര് വില കുറച്ച് കൊടുക്കണം, നമുക്ക് നമ്മളെ വില ഇറങ്ങും, അവര് കളഞ്ഞിട്ട് പോകും. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടുന്നതാണ് ഈ നമ്മളെ ഇന്ന്